നമ്മുടെ ഗ്രോക്കറ്റ് ഉപയോഗിച്ച് ബെഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പെല്ലറ്റ് അത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്തിട്ട് 1.5 ലിറ്റർ തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് ഇതിന് മുമ്പത്തെ രാത്രി അല്ലെങ്കിൽ നമ്മൾ എന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു 8 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 12 മണിക്കൂർ മുമ്പായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ കവർ പൊട്ടിക്കാം. ഇത് PP കവറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളം ധൈര്യമായിട്ട് ഒഴിക്കാം. ഇത് കവർ പൊട്ടിച്ച് ഇതിലേക്ക് നമുക്ക് ആദ്യം കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി പാക്കറ്റാണ് ഒരു പാക്കറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ ഏകദേശം 20-25 ഗ്രാം ഉണ്ടാവും. അതിലൊരു 10 ഗ്രാമിൻ്റെ അടുത്താണ് നമുക്കൊരു പാക്കറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അടുത്ത പകുതി അടുത്ത ബെഡിലേക്ക് ആഡ് ചെയ്യുക. നമ്മളിതിൽ കാൽസ്യം കാർബണേറ്റ് ഇട്ടിട്ടുണ്ട്. അത് നന്നായി ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മളിട്ട് കാൽസ്യം കാർബണേറ്റ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കെറ്റിലിൽ 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ചതാണ്. അത് ഇതിലേക്ക് നമ്മൾ സേഫായിട്ട് ഒഴിക്കാം. പല വശങ്ങളിലായിട്ട് പെട്ടെന്ന് ഒഴിക്കാം. ഒരു സൈഡിൽ തന്നെ എപ്പോഴും ഒഴിക്കരുത്. നമുക്കിത് കാണാൻ പറ്റും, ഓൾറെഡി പെല്ലറ്റ്സ് ഇങ്ങനെ സ്പെല്ല് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് മുകളിൽ ടൈ ചെയ്താലും മതി. എങ്ങനെയാണെങ്കിലും ഒന്ന് അടച്ചു വയ്ക്കുക. 8 തൊട്ട് 12 മണിക്കൂർ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്, ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ചൂടാറാതെ വിത്തിട്ട് കഴിഞ്ഞാൽ വിത്ത് കംപ്ലൈൻ്റ് ആയിപ്പോവും. അപ്പോൾ ഈ സമയം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് രാവിലെ ചെയ്യുകയാണെങ്കിൽ തലേദിവസം രാത്രി വെള്ളം ഒഴിച്ചിടുക, രാവിലെ എടുത്ത് ചെയ്യുക. ഇന്ന് വൈകുന്നേരം ചെയ്യാനാണെങ്കിൽ രാവിലെ വെള്ളം ഒഴിച്ചിടുക, വൈകുന്നേരം എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 8 തൊട്ട് 12 മണിക്കൂറിന് ശേഷം ബെഡ് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ 8 മണിക്കൂർ മുമ്പ് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു പെല്ലറ്റ് പാക്കറ്റാണിത്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഈ ചൂടാറുന്ന് നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പുറത്തത്തെ ചൂട് മാത്രമല്ല അകത്തത്തെ ചൂടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രോപ്പർലി കൂൾ ഡൗൺ ആയതിനു ശേഷം മാത്രമേ ഇത് ബെഡ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൈജീനിക്കായിട്ട് വേണം ഈ പറയുന്ന ബെഡ് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സാനിറ്റൈസറോ അല്ലെങ്കിൽ നമ്മൾ സോപ്പ് അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ട് കൈ നന്നായി വാഷ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഹൈജീനിക്കായിട്ട് ഈ ബെഡ് പ്രിപ്പയർ ചെയ്യാം. അതിന് തന്നെ സാനിറ്റൈസർ എടുക്കാം, കയ്യിൽ നിന്ന് സ്പ്രേ ചെയ്തെടുക്കാം. നല്ല രീതിക്ക് സാനിറ്റൈസ് ചെയ്യാം. നമ്മളെപ്പോഴും മഷ്റൂം കൾട്ടിവേഷൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈജീനാണ്. അത് എപ്പോഴും കീപ്പ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ല രീതിക്ക് മഷ്റൂം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ഈ കവർ തുറക്കുക. അതിൻ്റെ മുകൾ വശം ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ചെറിയ രീതിക്ക് പ്രഷർ കൊടുത്ത് ഈ മെറ്റീരിയൽ നമുക്കിങ്ങനെ ഉടച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിത്തിട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നന്നായി ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വിത്ത് എടുക്കാം. വിത്ത് എപ്പോഴും നല്ല പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കണം. അതിൽ വേറെ കളറോ കണ്ടാമിനേഷനോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെ എന്തെങ്കിലും കളർ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടാമിനേഷൻ്റെ സൂചനയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള വിത്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. നമ്മളിത് ഓൺ പ്രൊഡക്ഷനിലുള്ള നമ്മുടെ തന്നെ സ്പോണാണ്, ഹൈ ക്വാളിറ്റി സ്പോണാണ്. ഇതിൽ കണ്ടാമിനേഷനോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ആദ്യം ഇത് ഈ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കാം. ഈ ബ്രേക്ക് ചെയ്യുമ്പോഴും ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കളറുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വിത്ത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു പാക്കറ്റ് വിത്ത് വെച്ച് നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പകുതിയാണ് നമ്മളൊരു ബെഡിലേക്ക് ഇടുന്നത്. ഇതിൽ മുകൾ വശത്ത് ഒരു കോട്ടൺ ഉണ്ടാവും. ആ കോട്ടൺ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി വിത്താണ് നമ്മളൊരു പാക്കറ്റിലേക്ക് ഇടാം. ബാക്കിയുള്ള വിത്ത് നമ്മൾ അടുത്ത പാക്കറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നന്നായി ക്ലോസ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വിത്ത് ഇട്ടിട്ടുണ്ട്. ഈ വിത്ത് നമുക്ക് മുകളിലാണ് ഇപ്പോൾ എല്ലാം കിടക്കുന്നത്. അതിനെ താഴ്വശങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയാണോ വിത്ത് കിടക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ ജനലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കവറൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിലുള്ള വിത്ത് താഴത്തേക്ക് ഉരുണ്ടിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും.
എല്ലാ വശങ്ങളിലുള്ള വിത്ത് ഇതേപോലെ താഴ്ത്തിക്കിറക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം നമ്മുടെ ബെഡിൽ നമ്മളിതിൽ വിത്തിട്ട് അതെല്ലാ വശങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നല്ലൊരു സ്റ്റെറൈലായിട്ടുള്ള ബ്ലേഡ് വെച്ച് ഇതിൽ കട്ടിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് മൈക്രോപ്രോ ടേപ്പ് ഒട്ടിക്കാം. ഇനി ഇതിൽ 4 വശങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് എത്ര വശങ്ങളിൽ ഫ്രൂട്ടിങ് എടുക്കണം അത്രയും വശങ്ങളിൽ ബ്ലേഡ് വെച്ച് കട്ടിട്ട് കൊടുക്കാം. അതിന് മുകളിൽ അപ്പോൾ തന്നെ നമുക്ക് മൈക്രോപ്രോ ടേപ്പും ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഫ്രഷ് ആയിട്ടുള്ള ബ്ലേഡ് എടുക്കുക, അല്ലെങ്കിൽ മുമ്പ് യൂസ് ചെയ്തിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്ലേഡാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല. നമ്മൾ എവിടെയാണോ കട്ടിടാൻ ഉദ്ദേശിക്കുന്നത് ആ വശത്തേക്ക് കട്ടിടുക. അപ്പോൾ തന്നെ അതിന് മുകളിൽ ടേപ്പും ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ബെഡ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 15 ദിവസം സ്പോൺ റണ്ണിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് നമുക്ക് തണുപ്പുള്ള ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്കതിനെ കീപ്പ് ചെയ്യാം. നിങ്ങളിപ്പോൾ 1 or 2 ചെയ്യുന്നതെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിന് കുറച്ച് എയർ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്കത് കീപ്പ് ചെയ്യാം. 15 ദിവസത്തിന് ശേഷം ഈ ടേപ്പുകൾ പറിച്ച് കളഞ്ഞ് നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ കൂടെ സ്പ്രേ ബോട്ടിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നല്ല നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ തന്നെ ഇതിൽ ഫില്ല് ചെയ്യുക. ഈ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഏകദേശം ഇത്ര ഡിസ്റ്റൻസെങ്കിലും വെച്ചിട്ട് എല്ലാ വശങ്ങളിലും വെള്ളമെത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കട്ടിട്ട് കൊടുത്ത വശങ്ങളിൽ കൂടെ പിൻ ഹെഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ചെറിയ രീതിക്ക് മഷ്റൂംസ് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നതാണ്. അവിടെ നിന്ന് 3ാമത്തെ ദിവസം നമുക്കിത് ഫുൾ സൈസിലുള്ള മഷ്റൂമായി മാറും. അപ്പോൾ എന്നാണ് നിങ്ങൾ പിൻ ഹെഡ്സ് കണ്ടേ അവിടെ നിന്ന് 3ാമത്തെ ദിവസം നിങ്ങൾക്കത് ഹാർവസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 3 മാസം കൊണ്ട് പല തവണകളിലായിട്ട്, അതായത് 10-15 ദിവസത്തെ ഗ്യാപ്പുകളിൽ പല തവണകളിലായിട്ട് ഒരു ബെഡിൽ നിന്ന് 1 കിലോ തൊട്ട് 1.5 കിലോ വരെ കൂണ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഫ്രഷാണ്, അതേസമയം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്.